പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ അതിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചും നമ്മുടെ മക്കളുടെ വിശുദ്ധിയെക്കുറിച്ചുമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, നാം എന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടവരാണ്. നാം എന്നും നിലനിൽക്കണമെങ്കിൽ നിത്യതയുടെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ. ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മാത്രം അവസാനിച്ച് മറ്റാർക്കും ജീവിക്കാൻ പാടില്ല എന്നൊരു നിലപാടല്ല നാം സ്വീകരിക്കേണ്ടത്. നമ്മൾ വിശുദ്ധരായാൽ നാം എന്നും നിലനിൽക്കും. നമ്മൾ അശുദ്ധരായാലോ നമ്മുടെ അശുദ്ധിയായിരിക്കും നമ്മുടെ തലമുറകളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. മക്കളുടെ അശുദ്ധിയെക്കുറിച്ച്, മക്കളുടെ ജീവിതങ്ങൾ വഴിവിട്ടു പോകുന്നതിനെക്കുറിച്ച് ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 2-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. ഒരു കുടുംബം നിലനിൽക്കുന്നതിന് സാമ്പത്തികം മാത്രം പോരാ. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം സാമൂഹിക പ്രതിബദ്ധത അത് മാത്രം പോരാ. അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ആത്മീയ കാര്യങ്ങളെന്ന് പറയുന്നത്. യേശു തമ്പുരാൻ അവൻ ദൈവമാണ്. അവൻ സാക്ഷാൽ ദൈവമായിരുന്നിട്ട് പോലും അവൻ ജനിച്ച സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ എല്ലാ കൽപ്പനകളെയും അനുസരിക്കുവാൻ യേശുവിൻ്റെ മാതാപിതാക്കൾ ശ്രദ്ധയോടെ നടന്നിരുന്നു. അവന് 12 വയസ്സായപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയി. പെരുന്നാളിന് അവനെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവാലയവുമായി ബന്ധപ്പെട്ട അർപ്പണങ്ങളും അർച്ചനകളെല്ലാം വിശുദ്ധിയോടെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും നമ്മളും വിശുദ്ധരായിത്തീരുന്നു. വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് രൂപപ്പെടുന്നതാണ് മന്ന എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നാം ഏത് കൂദാശകളായിക്കോട്ടെ, അത് സ്വീകരിക്കുന്നവൻ്റെ രുചിക്കൊത്ത്, അവൻ്റെ മനോഭാവമൊത്ത് ആ കൂദാശകളിൽ അർത്ഥങ്ങളും ആഴങ്ങളും ഉണ്ടാകും. ധ്യാന ശുശ്രൂഷയിലെല്ലാം പ്രാർത്ഥിക്കുന്ന സമയം ദൈവസാന്നിധ്യ അനുഭവം ഉണ്ടാകുന്നത് വിശ്വാസത്തോടുകൂടി അത് സ്വീകരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ മാത്രമാണ്. വിശ്വാസത്തിൻ്റെ എത്രയോ അനുഭവങ്ങളും അടിസ്ഥാനങ്ങളുമാണ് കാണാനായിട്ടുള്ളത്. എൻ്റെ ജന്മനാട് വയനാടാണ്. വയനാടിനെ സംബന്ധിച്ച് അവിടെ താമസിക്കുന്ന ക്രിസ്തീയ വിഭാഗം, ഹൈന്ദവ വിഭാഗം, മുസ്ലിം വിഭാഗം, ഈ സഹോദരങ്ങളെല്ലാവരും അത് ഒരുമിച്ച് ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, എൻ്റെ ഗ്രാമത്തിലൊരു ദേവാലയമുണ്ട്. എൻ്റെ ഇടവക പള്ളിയാണ്. അവിടെ പള്ളിമണി അടിക്കുമ്പോൾ അക്രൈസ്തവരായ ആളുകൾ ഒരു നിമിഷം സംസാരിക്കുന്നത് നിർത്തുകയോ മൗനമായി നിൽക്കുന്നത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു വിശുദ്ധൻ്റെ കുരിശും തൊട്ടിയിൽ ആദിവാസി സഹോദരങ്ങൾ പ്രാർത്ഥനകളും വഴിപാടുകളും അർപ്പിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടാനിടയായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഞാനൊരിക്കൽ എൻ്റെ കുടുംബവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ആദിവാസി ഊരിൽ നിന്ന് ഒരു സഹോദരൻ ഒരു കുപ്പി പാലുമായി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആ കുരിശും തൊട്ടി പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ കന്നുകാലികൾക്ക് സൗഖ്യം ലഭിക്കാറുണ്ട്. ഒത്തിരി പ്രാവശ്യം ആ സഹോദരൻ്റെ പ്രതിസന്ധിയിൽ അദ്ദേഹം അവിടെ വഴിപാടർപ്പിക്കുകയും അത് പരസ്യമായിട്ടത് വെളിപ്പെടുത്തി അവിടുത്തെ നേർച്ചകളും വഴിപാടുകളെല്ലാം പെരുന്നാളൊക്കെ വരുമ്പോൾ ആ സഹോദരനും കുടുംബമൊക്കെയാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത്. എത്രയോ മനോഹരമായി, എത്രയോ വിശ്വാസത്തോടു കൂടിയാണ് ആ കുടുംബം അത് ചെയ്യുന്നത്. എന്നാൽ എന്നെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ പെരുന്നാൾ നടക്കുമ്പോൾ അക്രൈസ്തവനായ ആ മകൻ ഏറ്റവും ആദരവോടെ, ഭക്തിയോടെ അവൻ്റെ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അവൻ്റെ കുടുംബത്തിനും അവൻ്റെ കന്നുകാലികൾക്കും അനുഗ്രഹമായി തീരുന്നു. ഇത് ശലോമോൻ്റെ പ്രാർത്ഥനയാണ്. ഈ ദേവാലയത്തിലേക്ക് നോക്കി ഒരു വിജാതിയൻ നിലവിളിച്ചാൽ, ദൈവമേ നീ പിന്തിരിഞ്ഞ് നിൽക്കരുതേ, നിൻ്റെ കണ്ണ് നീ അടയ്ക്കരുതേ എന്ന് പറഞ്ഞ
ആ പ്രാർത്ഥനയുടെ വാഗ്ദാനമാണ് ഇന്നും തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെരുന്നാൾ വരുമ്പോൾ ആ പെരുന്നാളിൽ ഏറ്റവും ഭക്തിയോടെ സംബന്ധിക്കേണ്ട ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ക്രിസ്ത്യാനികളായ കുഞ്ഞുങ്ങൾ, അവരാ പെരുന്നാളിന് മദ്യം കഴിച്ചുകൊണ്ടും പുക വലിച്ചുകൊണ്ടും പെരുന്നാൾ ദിവസങ്ങളിൽ ആഡംബരങ്ങൾ കാണിച്ചുകൊണ്ടും എത്തരത്തിലുള്ള ഒരു വിഷമകരമായ അവസ്ഥകളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പെരുന്നാളുകൾക്കൊക്കെ ശ്രദ്ധിക്കാറുമുണ്ട്. ക്രൈസ്തവരായിട്ടുള്ള വ്യക്തികളുടെ മദ്യപാനവും പെരുന്നാളുകൾക്കും നേർച്ചകൾക്കും പ്രദക്ഷിണങ്ങൾക്കും പ്രശ്നമുണ്ടായി ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരക്രൈസ്തവനും ഒരു പെരുന്നാളിനെ ഇന്ന് വരെ അപമാനിച്ചതായിട്ടോ അത് അലംബിയതായിട്ടോ അതിലേതെങ്കിലും തരത്തിലൊരു മോശമായ ഒരു പ്രതികരണം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായി ദേവാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പെരുന്നാളുകളായിക്കോട്ടെ വഴിപാടുകളായിക്കോട്ടെ എൻ്റെ പിതാവിൻ്റെ ഭവനം അതിനെക്കുറിച്ചുള്ള ജാഗ്രത ഒരപ്പനുണ്ടെങ്കിൽ ആ അപ്പൻ്റെ മക്കൾ ദേവാലയത്തോടെന്നും വിശുദ്ധരും കടപ്പെട്ടവരുമായിരിക്കും. ഞാനൊരു പിതാവെന്ന നിലയിൽ മദ്യപിച്ചാണ് ഞാൻ ദേവാലയത്തിൽ പോകുന്നതെങ്കിൽ സഹോദരൻ, നീ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഭൂമിയിൽ നിനക്ക് ദൈവത്തെ ഭയമില്ലെങ്കിൽ നിൻ്റെ മക്കൾ നിന്നെ ഭയക്കുകയില്ല, ആദരിക്കുകയുമില്ല. ഈ ഭൂമിയിൽ ദൈവിക ശുശ്രൂഷകളോട് ആദരവ് കാണിക്കുന്ന മാതാപിതാക്കളുടെ മക്കളെല്ലാം പിന്നീട് വിശുദ്ധരായി തീർന്നിട്ടുണ്ട്. മക്കാബിയരുടെ പുസ്തകത്തിൽ 2 മക്കാബിയർ 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു. തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. അവർ അപമാനിക്കുകയും അന്യോന്യം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു. ദൈവീക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല എന്ന് ഭാവി സംഭവങ്ങൾ തെളിയിക്കുമെന്ന് ഈ വചനഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു. മക്കാബിയരുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യം ഇതാണ്: ദൈവിക കാര്യങ്ങളോട് നമ്മൾ ഒരിക്കലും അനാദരവ് കാണിക്കരുത്. മദ്യപിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിൽ പോയാൽ, ചീത്ത പറഞ്ഞുകൊണ്ട് നമ്മൾ ദേവാലയങ്ങളിലേക്ക് പോയാൽ, കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് വീട്ടിൽ പ്രാർത്ഥന നടക്കുകയാണ്, അപ്പനും അമ്മയും ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ അപ്പൻ ഫോണിൽ നോക്കിക്കൊണ്ടോ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ മാത്രം ശ്രദ്ധിക്കുന്നു. കുടുംബത്തിലൊരു പ്രാർത്ഥനയുണ്ടല്ലോ എന്നോർത്ത് അമ്മയും മക്കളും പേരിന് അത് അർപ്പിച്ചാൽ അത് മക്കൾക്കൊരു ഇടർച്ചയാണ്. അപ്പനും മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ വീടിൻ്റെ ജോലികളാണെന്ന് പറഞ്ഞ് ശ്രദ്ധയില്ലാതെ അമ്മ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല എങ്കിൽ അത് ആ കുടുംബത്തിൻ്റെ തകർച്ചയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബം എന്നും നിലനിൽക്കും. അപ്പോൾ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭക്തി മാത്രമാണ്. രാത്രിയുടെ യാമങ്ങളിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ കണ്ണുനീര് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിൻ്റെ മക്കൾ വഴിപിഴച്ചു പോകുകയില്ല. നിൻ്റെ ഏത് തരത്തിലുള്ള ഉപദേശവും നിൻ്റെ മക്കളെ നിലനിർത്താമെന്ന് പ്രതീക്ഷിക്കരുത്. നിൻ്റെ ജീവിതത്തിലെ ഏത് കഴിവുകളും നിൻ്റെ മക്കളെ പിടിച്ചു നിർത്താമെന്ന് നീ പ്രതീക്ഷിക്കരുത്. നിനക്കൊരു കഴിവില്ലെങ്കിലും ഒരു പ്രാപ്തിയില്ലെങ്കിലും നിനക്ക് വിദ്യാഭ്യാസമോ നിൻ്റെ ജീവിതത്തിൽ ഏത് മേഖലയിൽ നിനക്ക് തളർച്ചയുണ്ടെങ്കിലും ദൈവം നിന്നെ പഠിപ്പിച്ചിരിക്കുന്ന, ദൈവം നിനക്ക് സഭയിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ ദൈവിക സംവിധാനങ്ങളെ, കൂദാശകളെ, പ്രാർത്ഥനകളെ, അനുഷ്ഠാനങ്ങളെ ഭക്തിപൂർവം നീ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയം പരിശോധിക്കുന്ന കർത്താവ് നിൻ്റെ മക്കളെ സ്വന്തമായി നിനക്ക് നൽകും. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് അസുഖം ബാധിച്ചിരിക്കുകയാണ്, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ. ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനായവൻ്റെ കുടുംബം നിലനിൽക്കും. അതിൽ നമ്മൾ മറ്റൊന്നും നോക്കേണ്ടതായ കാര്യമില്ല. ദൈവത്തോടും ദൈവിക സംവിധാനത്തോടും കടപ്പാടുള്ളവൻ്റെ കുടുംബത്തെ കർത്താവാണ് നിലനിർത്തുന്നത്. ഒരിക്കൽ എൻ്റെ ഇടവക ശുശ്രൂഷയിലുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ഒരു കുടുംബം ഹൈറേഞ്ച് മേഖലയാണ്, വയനാട് മേഖലയിൽ പാവപ്പെട്ട ഒരു ഇടവക പള്ളി
അതിൽ സാമ്പത്തികമുള്ള ഒരു ഒറ്റ കുടുംബം മാത്രമേ ഉള്ളൂ. ബാക്കി കുടുംബങ്ങളെല്ലാം പാവപ്പെട്ടതാണ്. അന്ന് പള്ളിമുറികളില്ല, പള്ളിമേടകളില്ല, വൈദികർ വന്നാൽ താമസിക്കുവാനായിട്ട് സൗകര്യമില്ലാത്തതുകൊണ്ട് അന്ന് സാമ്പത്തികമുണ്ടായിരുന്ന ആ കുടുംബത്തിലാണ് ഈ അച്ഛന്മാരെല്ലാം താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും മക്കൾക്കതിലൊക്കെ എതിർപ്പ് തോന്നിയിട്ടുണ്ട്. മക്കളത് പറഞ്ഞിട്ടുമുണ്ട്. പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും വൈദികർക്കും പള്ളിക്കാർക്കും കൊടുത്ത കാശുണ്ടായിരുന്നുവെങ്കിൽ 2 ഏക്കർ ഭൂമി വാങ്ങാമെന്ന് പോലും ആ കുടുംബത്തിൽപ്പെട്ടവർ പറയുന്നതും കേട്ടിട്ടുണ്ട്. കാലങ്ങൾ കഴിഞ്ഞു. ആ ദേവാലയത്തിലെ മറ്റ് ഇടവകങ്ങൾക്കൊക്കെ ദൈവം കരുണ ചെയ്ത് അവരൊക്കെ സാമ്പത്തികമായിട്ട് മക്കളൊക്കെ വിദേശത്ത് പോയി പഠിക്കാൻ പറ്റി, ജോലി നേടി ആ ഇടവക സമ്പന്നമായിട്ട് അങ്ങ് ഉയർന്നു. ആ പഴയ പ്രതാപമുണ്ടായിരുന്ന കുടുംബത്തിന് ആ സാമ്പത്തിക സ്ഥിതി നിലനിർത്താൻ സാധിച്ചില്ല. ദേവാലയവുമായി ബന്ധപ്പെട്ടുവാക മക്കളൊക്കെ പലപ്പോഴും കലഹിച്ചും ഭിന്നിച്ചും എതിർത്തുമൊക്കെ ചിതറിക്കപ്പെട്ടുപോയി. ദാരിദ്ര്യമുണ്ടായിരുന്ന ആ ഇടവക സമ്പന്നമായി തീർന്നപ്പോൾ സമ്പന്നമായ ആ കുടുംബം ആ ഇടവകയിലുണ്ടായിരുന്നില്ല. മക്കളൊക്കെ പല വിശ്വാസങ്ങളിലായി, പല വഴിക്കായി. കാലങ്ങൾക്ക് ശേഷം ഞാനൊരു ഇടവക വികാരിയായി ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടവകയിൽ എൻ്റെ ഇടവക്കാരെന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ ഇടവകയിൽ ഒരു കുടുംബമുണ്ട്. അവരേത് സഭയിൽപ്പെട്ടതാണെന്ന് അറിഞ്ഞില്ല, ക്രിസ്ത്യാനികളാണെന്നറിയാം. അവർക്കൊരു വീട് സ്വന്തമായിട്ടില്ല. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഒരു സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുത്താലോ. ഞാൻ ആ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയും 3 മക്കളും മാത്രമേ ഉള്ളൂ. ഭർത്താവ് അവിടെ ഇല്ല, അവരുടെ മാതാപിതാക്കളില്ല, അവരെല്ലാം നഷ്ടപ്പെട്ടു പോയി, മരണപ്പെട്ടു പോയി. അതീവ ദാരിദ്ര്യമുള്ള ആ കുടുംബത്തിന് ആവശ്യമായ രീതിയിൽ ആവശ്യമായ സ്ഥലം വാങ്ങി മനോഹരമായൊരു വീട് അവർക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ ആ വീടിൻ്റെ കൂതാശ നടക്കുന്ന സമയത്ത് ആ മകൻ എന്നോട് പറഞ്ഞു, ഇന്നെനിക്ക് സഭയാണ്, ദേവാലയമാണ്, പള്ളിയാണ് വീട് വെച്ച് തന്നത്. ഒരു കാലത്ത് എൻ്റെ കുടുംബത്തിലാണ് അനേക വൈദികർ വന്ന് കിടന്നതും അനേകർക്ക് ശുശ്രൂഷ ചെയ്യാനും സാധിച്ചതും. എൻ്റെ മദ്യപാനവും എൻ്റെ ദൈവത്തോടുള്ള വെല്ലുവിളിയുമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, എൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പൗരോഹിത്യത്തെയും സഭയെയും ആദരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവിക കാര്യങ്ങളിൽ അവർ വിശ്വസ്തരായിട്ടുണ്ടെങ്കിൽ, മക്കളായി ഞങ്ങളെല്ലാം വഴിതെറ്റിപ്പോയെങ്കിലും ആ സഭ തന്നെ ഞങ്ങളെ വീണ്ടെടുക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുകയും ചെയ്തു. മാതാപിതാക്കളെ, ദൈവിക കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഈ അടുത്തിടെ ഒരു കുറേ കുഞ്ഞുങ്ങൾ സഭ വിട്ടു പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. അവരുടെ മാതാപിതാക്കൾ ധ്യാന കേന്ദ്രത്തിലൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇവർ സഭയിൽ നിന്ന് മാറാൻ പോവുകയാണെന്ന് ഒത്തിരി കാരണങ്ങൾ പറഞ്ഞു. പൗരോഹിത്യം ശരിയല്ല, ക്രിസ്തീയത ശരിയല്ല, അവർ മറ്റൊരു സമൂഹത്തിലേക്ക് മാറാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിലൊരുവനോട് ചോദിച്ചു, എന്താ മോനെ നീ അങ്ങനെ മാറാനുള്ള കാരണം? അവൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, ഫാദർ, എൻ്റെ കുടുംബത്തിൽ നോമ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കാണുന്ന നോമ്പ് വലിയ നോമ്പിനും അല്ലെങ്കിൽ ക്രിസ്മസിനുമൊക്കെ കുറച്ച് ദിവസം ഇറച്ചിയോ മീനോ കഴിക്കാതിരിക്കുന്നതാണ്. അതിനുശേഷം യാതൊരു മാറ്റവും കാണുന്നില്ല. ഇറച്ചിയും മീനും കഴിക്കാതിരുന്നാൽ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് അല്പം നേട്ടമുണ്ടെന്നല്ലാതെ അതുകൊണ്ടുള്ള ഒരു മെച്ചവും മറ്റുള്ളവർക്കുള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ കടന്നു പോകുന്ന സമൂഹം അങ്ങനെയല്ല. അവരുടെ നോമ്പിൻ്റെ സമയമായപ്പോൾ ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ആരും ജലപാനം പോലും ചെയ്യാതെ കിട്ടിയ കാശുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിൻ്റെ ഫീസ് അവരാണ് കിട്ടിയത്. ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ അപ്പനും അമ്മയും പറയുന്ന പോലെ ഇച്ചിരി മീനും ഇച്ചിരി മീൻചാറും കൂട്ടിയാലും
കുഴപ്പമൊന്നുമില്ല, മനസ്സ് നന്നായാൽ മതി, ഹൃദയം നന്നായാൽ മതി, ഭക്ഷണം കഴിക്കുന്നതിലല്ല കുഴപ്പമെന്ന് പറഞ്ഞ് മദ്യം ഇച്ചിരി കഴിച്ച്, ഇച്ചിരി മീനും കഴിച്ച്, ഇച്ചിരി മുട്ടയും കഴിച്ച്, ഇച്ചിരിയൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ലെന്ന ഭാവത്തിൽ നടക്കുന്ന മാതാപിതാക്കളെക്കാൾ എത്രയോ നല്ലതാണ് കൂടെയുള്ളവർ ഒന്നും കഴിക്കാതെ ആ പൈസ ലാഭിച്ച് ഞങ്ങളുടെ കൂടെയുള്ള ഒരുത്തൻ്റെ ഫീസ് കിട്ടിയത്. എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടത് അതാണെന്നാണ് തോന്നിയത്. സഹോദരങ്ങളെ, സംസ്കാരത്തിൻ്റെയും മതനിഷ്ഠയുടെയും കാര്യത്തിൽ ഇന്നീ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ മക്കൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നുണ്ട്. നിനക്ക് ദൈവത്തെ പേടിയില്ലേ എന്ന് മക്കളോട് മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ ദൈവഭയമുള്ളൊരു അപ്പന് മാത്രമേ അത് പറയേണ്ട കാര്യമില്ല, ചോദിക്കേണ്ടയും കാര്യമില്ല. യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ മുട്ടിപ്പോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പിതാവിനെ കണ്ടുകൊണ്ട് മക്കൾ ചോദിക്കും, അപ്പാ ഞങ്ങൾക്കും കൂടി അപ്പൻ്റെ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? യേശുവിൻ്റെ പ്രാർത്ഥന കണ്ട് കൊതി പിടിച്ച ശിഷ്യന്മാരാണ് ചോദിച്ചത്, ഞങ്ങളെയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ? ഇന്ന് മാതാപിതാക്കൾ മക്കളുടെ മേൽ ദേവാലയത്തിൻ്റെ ആയിക്കോട്ടെ, കുടുംബ പ്രാർത്ഥനയുടെ കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ സഭ നിഷ്കർഷിക്കുന്ന സമൂഹത്തിനാവശ്യമായൊരു നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ മക്കൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കതിൽ നന്മ കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് നന്മ കാണാൻ പറ്റാത്തത്? അവർക്ക് ബുദ്ധിപരമായോ ആത്മീയപരമായോ മാനസികപരമായോ ഒരു സന്തോഷം ലഭിക്കുന്ന ഒന്നും അതിൽ കാണുന്നില്ല. പകരം അതെല്ലാം പ്രകടനങ്ങൾ മാത്രമാണെന്നാണ് അവർ തിരിച്ചറിഞ്ഞത്. ഏലിയോട് കർത്താവ് ഒരു കാര്യം ചോദിച്ചു, ഏലി, മനുഷ്യനെതിരെ നിന്നാൽ അത് പൊറുക്കാനും മധ്യസ്ഥത യാചിക്കാനും ആളുണ്ട്. എന്നാൽ ദൈവത്തിനെതിരെ പാപം ചെയ്താൽ അത് പൊറുക്കാനായിട്ട് ആർക്കാണ് സാധിക്കുന്നത്? മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ആവശ്യം കഴിവ് അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ മെച്ചമെന്ന് നമ്മൾ കരുതുന്ന പലതുമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. പകരം യേശുവിനെയുള്ള, ദൈവഭയമുള്ള, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുഞ്ഞിനെയാണ്, ഒരു പൈതലിനെയാണ് നമുക്ക് ഇന്ന് ആവശ്യം. ഈ അടുത്തിടെയായിട്ട് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ടായി. സഫാരി ചാനലിൽ അവതരിപ്പിക്കുന്ന വിജ്ഞാനപ്രദമായൊരു പ്രോഗ്രാമുണ്ട്. അതിൽ അദ്ദേഹം ഒരു പൂക്കാരിയുടെ കഥ പറഞ്ഞുകൊണ്ട്, ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്ന്, അദ്ദേഹം യാത്ര ചെയ്യുന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു വിരുന്ന് നടത്തിയ സംഭവം വിവരിക്കുന്നുണ്ട്. ഇന്ത്യക്കാരായ കുറേ ചെറുപ്പക്കാർ വിദേശ രാജ്യത്ത് പഠിക്കാൻ പോയിരിക്കുകയാണ്. +2 കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. അവർ മെഡിസിൻ എല്ലാം പഠിച്ചതിന് ശേഷം അവർ തങ്ങളുടെ രാജ്യത്തിലേക്ക് തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹവുമായി കാണുകയും സംസാരിക്കുകയും മെഡിസിൻ്റെ വിജയത്തിലും ഇദ്ദേഹത്തിന് അവിടുന്ന് പോരുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെയും അതിൻ്റെ ഒരു പേരിൽ അവർ വിരുന്ന് നടക്കുകയാണ്. അപ്പോൾ ഈ സന്തോഷ് ചോദിക്കുന്നുണ്ട്, ഈ സംഭവത്തിൽ ഒരു ബിയർ വാങ്ങട്ടെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ കാര്യം ഇതാണ്, സാർ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാത്തതൊന്നും ഇവിടെ വെച്ച് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ മദ്യം കഴിക്കുന്നില്ല, പുകവലിക്കുന്നില്ല. ഞങ്ങൾ +2 കഴിഞ്ഞ് ഇവിടെ വന്നവരാണ്. ഈ നാട്ടിൽ എല്ലാ സുഖസൗകര്യങ്ങളും അംഗീകാരത്തോടെ, അനുവാദത്തോടെ ആസ്വദിക്കാൻ പറ്റിയിട്ടും അവർ പുകവലിക്കാനോ മയക്കുമരുന്നിനോ മദ്യത്തിനോ തെറ്റായ ഒരു കൂട്ടുകെട്ടുകൾക്കും പോകാതെ അവർ അവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ വന്നതുപോലെ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകും. ഇനി ഏതെങ്കിലും തരത്തിൽ മദ്യം കഴിക്കണോ, അത് അവിടെ ചെന്നിട്ട് അപ്പോൾ ആലോചിക്കാം, ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ട. ആ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സന്തോഷ് പറഞ്ഞൊരു വാക്കുണ്ട്, സത്യത്തിൽ എനിക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നിയത് ആ മക്കളെയല്ല, അവരുടെ മാതാപിതാക്കളെയാണ്. ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട്, ഇത്തരത്തിലുള്ള ഒരു ബോധ്യം കൊടുത്തുകൊണ്ട് ഏത് രാജ്യത്തിലേക്കും മക്കളെ പറഞ്ഞു വിടാനും അവിടെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാനും തക്കവണ്ണം സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ ചാനലിലൂടെ മുഴുവൻ ഒരു നന്മയുടെ സുവിശേഷം പറയുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു.
എന്തുകൊണ്ടാണ്? അവരുടെ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത വഴികളാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ ദൈവത്തിന് നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കാണിച്ച ആ കടപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിളിൻ്റെ ചരിത്രങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് അപ്പൻ മകൻ, അമ്മ മക്കൾ ബന്ധങ്ങൾ, മാതൃ പിതൃ മക്കൾ ബന്ധങ്ങളെക്കുറിച്ചാണ്. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, മാതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, മക്കൾ ബന്ധങ്ങളെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? ഞാനും നീയും തമ്മിലുള്ള ബന്ധം പോലെയായിരിക്കും ഇതാ നിൻ്റെ മക്കളും നീയും തമ്മിലുള്ള ബന്ധം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവഭയമുള്ളവൻ്റെ മക്കളായിരിക്കും ആ പിതാവിനെ സന്തോഷിപ്പിക്കുന്നത്. ദൈവഭയമില്ലാത്ത മക്കൾ വർദ്ധിക്കുന്നത് കൊണ്ട് സമൂഹത്തിനോ സഭയ്ക്കോ ലോകത്തിനോ ഒരു പ്രയോജനവുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ കൈക്കൂലിയുടെ മക്കളാകില്ല. ദൈവഭയമുള്ള മക്കളാണെങ്കിൽ മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ മക്കളാകില്ല. സമൂഹത്തെ ദുഷിപ്പിക്കുന്ന മക്കളാകില്ല. രാഷ്ട്രീയത്തിലായിക്കോട്ടെ, പൊതുഭരണ സംവിധാനത്തിലായിക്കോട്ടെ, ഒരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ, കച്ചവടക്കാരനായിക്കോട്ടെ, അവനെ ഈ ഭൂമിയിൽ എൻ്റെ അപ്പൻ അറിയുന്നൊരു ദൈവം, എൻ്റെ അമ്മ അറിയുന്നൊരു ദൈവം, ആ ദൈവം എൻ്റെ കൂടെയുണ്ട്, ആ ദൈവം എന്നെ അറിയുന്നുണ്ടെന്നുള്ള ബോധ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവർ ഈ ഭൂമിയിൽ സമൂഹത്തിനും സഭയ്ക്കും അവരെന്നും വിശുദ്ധരത്രേ, അവരെന്നും വിലയുള്ളവരത്രേ. മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിയാൻ പറ്റും, അമ്മ രഹസ്യമായി ചെയ്തൊരു പുണ്യപ്രവൃത്തിയാണ് മകൾ പരസ്യമായി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയെങ്കിൽ മാതാപിതാക്കൾ ചെയ്യുന്ന നന്മകൾ കണ്ടു പഠിക്കുന്ന മക്കൾ അവരുടെ തലമുറകൾ വലുതാകുമ്പോൾ ലോകത്തിൻ്റെ നന്മകളായിട്ട് തീരും. മാതാപിതാക്കൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ ആരും അറിയുന്നില്ലെന്ന് വെച്ച് മൂടി വെച്ചാലും അത് മക്കളിലൂടെ പുറപ്പുറത്ത് ഘോഷിക്കപ്പെടും. രഹസ്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളെന്ന് സുവിശേഷത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവിക സംവിധാനങ്ങളോട് വിശ്വസ്തരായിരിക്കുക. സാമ്പത്തിക മേഖലകളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇതിനു മുൻപ് പല പ്രാവശ്യമായിട്ട് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ്. ഒരു കുടുംബം, മക്കൾ വഴിപിഴച്ചു പോകുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക മേഖലയിലുള്ള അവിശ്വസ്തത, സ്വത്തിൻ്റെ മേഖലയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. മറ്റൊന്നാണ് അശുദ്ധമായ കൂട്ടുകെട്ടുകൾ മക്കളെ വഴിതെറ്റിച്ച് കളയും. മാതാപിതാക്കളുടെ അവിശ്വസ്തതയും അശുദ്ധിയും മക്കളുടെ ജീവിതത്തെ ബാധിക്കും. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ദൈവം നമുക്ക് നൽകിയ സംവിധാനങ്ങളോട്, സഭയോട്, ദൈവിക സംവിധാനങ്ങളോട് അവിശ്വസ്തത പുലർത്തുന്നുവെങ്കിൽ അത് മക്കളെ നന്നായി ബാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധരും വിവേകമുള്ളവരായി തീർന്നുകൊണ്ട് മക്കളെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച് ലോകത്തിന് മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർത്തുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദാനിയേലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവന് പാപം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും കിട്ടിയായിരുന്നു. അടിമയായിട്ട് അവൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് രേഖാമൂലം അനുവദിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും അവൻ കഴിക്കാതെ അവൻ സസ്യാഹാരം കഴിച്ചത്, അവൻ പലതിൽ നിന്നും മാറി നിന്നത് തൻ്റെ ദൈവത്തോടുള്ള ഭക്തി മാത്രമാണ്. തോബിത്തും അവൻ അടിമയായി എന്ന സ്ഥലത്ത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് പാപം ചെയ്യാതെ അവനെ കാത്തു സൂക്ഷിച്ചത്. ജോസഫ് പൊത്തിഫേറിൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ നമുക്ക് നന്നായിട്ട് ധ്യാനിക്കാനുള്ളൊരു കാര്യമാണ്. ആരും അറിയില്ലെന്ന് അവൾ പറഞ്ഞപ്പോഴും അവൻ തൻ്റെ വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ കാരണം തന്നെ എപ്പോഴും കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം അവനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം, നമ്മൾ ദൈവഭയമുള്ളവരാകുക, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാകുക. തീർച്ചയായിട്ടും നമ്മുടെ മക്കളും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധരുമായി തീരും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Body